ഫാബ്സോൺ വീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ആലുവയിലാണ്. നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വണ്ടി ദ അഡ്വഞ്ചർ ട്യൂക്ക് 250. അപ്പോൾ എല്ലാവരും കൂടുതൽ ആരെയും ബോറടിപ്പിക്കുന്നില്ല, എല്ലാവരും വീഡിയോയിലോട്ട് വന്നു. അഡ്വഞ്ചർ ട്യൂക്ക് 250. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സ്ക്ലൂസീവ് റൈഡ് റിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളത് ഡ്യൂക്ക് 250 ആണ്. ഓക്കെ, നമുക്ക് ഐസിഡിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ 390ൻ്റെ ചേസിസിൽ ഡ്യൂക്ക് 250യുടെ എൻജിൻ, അതുമാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് തന്നിരിക്കുന്നത് ആലുവ KTM. എന്തായാലും അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക്സ്. ദെൻ നമ്മൾ ആദ്യം ഈ വണ്ടിയെക്കുറിച്ച് കാണുമ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. അഡ്വഞ്ചർ 390ൽ വരുന്ന ആ ഒരു ഹെഡ് ലാംപ്സ് അല്ല നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ആദ്യം നോക്കുമ്പോഴത്തേക്ക് ഷോക്ക് അബ്സോർലോട്ടായിരിക്കുമല്ലോ, ഒരു അഡ്വഞ്ചർ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഷോക്ക് അബ്സർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പോർഷൻ ആയിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സെയിം അഡ്വഞ്ചർ 390യുടെ 43mm ഷോക്ക് തന്നെയാണ്, ലോങ് ട്രാവൽ ഷോക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ നമുക്ക് വരുമ്പോഴത്തേക്ക് 19 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് MRF ആണ് ഇപ്പോൾ ടയർ കൊടുത്തിരിക്കുന്നത്. റിയറിലും ഫ്രണ്ടിലും നമുക്ക് വന്നിരിക്കുന്ന MRF ടയേഴ്സാണ്. ബാക്കിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് 130 ടയർ സെഷനും 17 ഇഞ്ച് അതുപോലെ തന്നെ 130 ടയർ സെഷനും. വണ്ടിയുടെ ടോപ്പൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വഞ്ചർ 390 പോലെ തോന്നും. പക്ഷേ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 250യുടെ എഞ്ചിൻ്റെ വലിപ്പമുള്ള ആ ഒരു എഞ്ചിൻ അതിനകത്തിരിക്കുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ ഈ വണ്ടിയുള്ള ഫ്രണ്ടിലുള്ള ഒരു മാറ്റ് ബ്ലാക്ക് കളേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയൊരു എക്സ്പെരിമെൻ്റാണ് KTM ഇങ്ങനത്തെ ഒരു വണ്ടിയിലോട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് KTMനെ ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ ലെഗസി എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് നമുക്ക് വിഷയം. ദെൻ നമ്മൾ ഇനി പിന്നീട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഹാൻഡിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി KTMൻ്റെ അഡ്വഞ്ചർ 390യുടെ അതേ ഹാൻഡിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേ റൈഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, പിന്നീട് ഞാൻ നോക്കുമ്പോൾ എനിക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു LCD മീറ്ററാണ് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. TFT മീറ്റർ അവർ കൊടുത്തിട്ടില്ല. നോർമലി ഇതിനകത്തുള്ള റൈഡിൻ്റെ കാര്യങ്ങൾ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല വിസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് മീറ്ററിൻ്റെ കാര്യം. പിന്നെ ആസ് യൂഷ്വൽ KTMൽ വന്നിട്ടുള്ള നമ്മുടെ 390ലേക്ക് അല്ലെങ്കിൽ 250ലേക്ക് വരുന്ന സെയിം ക്ലച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്കിതിനകത്ത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് മിസ് ഔട്ട് ആയിട്ടുണ്ട്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു. ദെൻ യൂഷ്വലി ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ തന്നെയും നമുക്ക് നോർമലി ഇതിനകത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ KTMലുണ്ടായിരുന്നു 250ലുണ്ടായിരുന്ന ആ സ്വിച്ചസൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ടാങ്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ആ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടാങ്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ആ KTMൽ 390 അഡ്വഞ്ചറിലുണ്ടായിരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ഒരു ടാങ്ക് തന്നെ നല്ല പ്രൈസിംഗ് ആണ് ഈ ടാങ്കിന്. ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രൈസിങ് എനിക്ക് തോന്നുന്നു വരുന്ന എഞ്ചിൻ കഴിഞ്ഞാൽ പിന്നെ ടാങ്കിങ്ങിനായിരിക്കും. സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പക്ക ഇതായിട്ടുള്ളൊരു സീറ്റാണ്. അതായത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് വൈഡർ ആയിട്ടുള്ള സീറ്റായിട്ട് ബാക്കിൽ. അതുപോലെ ഈ അഡ്വഞ്ചർ 390 അല്ലെങ്കിൽ അഡ്വഞ്ചർ 250 എന്ന് വെച്ചാൽ നോർമലി നമുക്ക് 250 എടുത്തിട്ട് പോയിട്ട് നടുവേദനയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വണ്ടി ഉള്ളത്. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ആപ്റ്റ് ആവും. പിന്നെ ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ടയേഴ്സൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു റിയറിലെ ഒരു നോർമൽ 130 സെഷൻ ടയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ഒന്നും ടയറിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നില്ല. MRF ആയതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ KTMൻ്റെ അഡ്വഞ്ചർ 390 വരുന്ന അതുപോലത്തെ ഒരു എക്സോസ്റ്റാണ്. പക്ഷേ കുറച്ചുകൂടെ അത് എന്താ പറയണ്ട, അത് ഒറിജിനലി ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഫീൽ വേണമെങ്കിൽ വരും.
അങ്ങനത്തെ ഒരു ഫീൽ, കുറച്ചുകൂടെ ചെറിയൊരു അഡ്വഞ്ചർ ഇതാണ് വരുന്നത്. പിന്നെ ക്രാഷ് കാർഡ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ടാഗിന് സേവ് ചെയ്യാനായാലും അതിൻ്റെ റേഡിയേറ്ററിനെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ആ ഒരു ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് സെയിം അഡ്വഞ്ചർ 390 വന്നിട്ടുള്ള ആ ഒരു ക്രാഷ് കാർഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ റേഡിയേറ്റർ സെഷൻ വരുമ്പോഴത്തേക്ക് അത് കൊടുത്തിരിക്കുന്നു സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം സെയിം നമ്മുടെ അഡ്വഞ്ചർ 390 വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്ത് ആ റേഡിയേറ്റർ സെഷൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ബാക്കിലത്തെ ടൈൽ സെഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു LED ടൈൽ ലാംപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ LED ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ യൂഷ്വലി വരുന്ന പോലെ തന്നെയൊക്കെ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടയേഴ്സ് വരുമ്പോൾ ഒരു 130 സെഷൻ ടയേഴ്സ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം വണ്ടിയുടെ റിയർ കുറച്ച് ഇങ്ങനെ വൈഡറല്ല, കുറച്ച് നല്ലപോലെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് ബാക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും അഡ്വഞ്ചർ 3 മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ 390 പോലെ തോന്നിക്കുമെങ്കിലും അത് മെലിഞ്ഞോ എന്നുള്ളൊരു സംശയത്തിലുള്ളൊരു വണ്ടിയാണിത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ്. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലോട്ടുള്ള ഒരു ഫുഡ് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ തന്നെ അഡ്വഞ്ചർ നമുക്ക് ബൈക്സിന് വരുന്ന സാധാരണ രീതിയിലുള്ള ഒരു ഫുഡ് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അത്യാവശ്യം നല്ല ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാബ് റെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 855 ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയർസ് 200 mm ഗ്രൗണ്ട് ക്ലിയർസ് വരും. നമുക്ക് ആസ് യൂഷ്വൽ ഫ്രണ്ടിലെ ഡിസ്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് 320 mm ഫ്രണ്ട് ഡിസ്കും നമുക്ക് 230 mm ബാക്ക് ഡിസ്കുമാണ് വരുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് KTM വന്നിട്ടുള്ള ആ ഒരു ബ്രേക്കിംഗ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിരുന്നു നേരത്തെ. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൈഡ് റിവ്യൂ ആയിട്ട് ലൈവായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഒക്കെ വണ്ടിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ചേസസ് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ സെയിം നമ്മുടെ ഡ്യൂക്ക് 250 ഓടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ഫീൽ തന്നെയാണ്. പക്ഷേ വേറൊരു ഗുണമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഓടിച്ച് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് റൈഡ് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ എന്തായാലും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പുതിയ പുതിയ വീഡിയോസായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് മുമ്പിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി റൈഡ് റിവ്യൂയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ റൈഡ് റിവ്യൂ ചെയ്യുന്ന വണ്ടി ദ ഡ്യൂക്ക് 250 അഡ്വഞ്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ കാര്യം. ഞാൻ വാക്ക് അറൗണ്ട് റിവ്യൂവിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മീറ്ററിൻ്റെ കാര്യം. അപ്പോൾ മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ നേരത്തെ ഡ്യൂക്ക് 250 ഉണ്ടായിരുന്ന എല്ലാ കാര്യം തന്നെയാണ് വളരെ കുറച്ചുകൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് കുറച്ചുകൂടെ നല്ല ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. TFT ഡിസ്പ്ലേ നമുക്ക് മിസ്സായിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് എക്സ്പെഷ്യലി പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇലക്ട്രോണിക്സ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും 390 അഡ്വഞ്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടില്ല. ആകെ നമുക്കുള്ളത് ഒരു സ്വിച്ചബിൾ ABS ആണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വിച്ചബിൾ ABS ഉണ്ട്. നമുക്ക് ഡ്യുവൽ ABS, സ്ലിപ്പർ ക്ലച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂഷ്വലി വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നീട് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്രാഫിക് ഒന്ന് മാറിയതിന് ശേഷം നോക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. മറ്റേ അഡ്വഞ്ചർ 390 ആയിട്ടുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതിനകത്ത് കുറച്ചുകൂടെ ഹെവിയർ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് പക്ഷേ കുറച്ചുകൂടെ ലൈറ്റാണ് വണ്ടി. ഓടിക്കാനായാലും കുറച്ച് നമുക്ക് ട്രെയിനിങ് ഒക്കെ ആയാലും കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 14.5 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ആ ഒരു പെർഫോമൻസിൽ ഞാൻ പറഞ്ഞല്ലോ, പെർഫോമൻസിലെ കാര്യങ്ങളൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ ഡ്യൂക്ക് 250യുടെ സെയിം എഞ്ചിൻ, സെയിം പെർഫോമൻസ്. പിന്നെ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കിടക്കുന്നത് നമുക്കൊരു ടോപ്പ് RPM-ലാണ്. അപ്പോൾ അത് നമുക്ക് ഈ വണ്ടി ഓടിച്ച് ഞാനൊന്ന് റോഡൊന്ന് ഫ്രീ ആയതിനു ശേഷം ഞാൻ ആ പെർഫോമൻസിൻ്റെ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ വണ്ടിക്ക് ആ എക്സോസ് സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആ എക്സോസ് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാരണവശാലും നമ്മുടെ അഡ്വഞ്ചർ 390 ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാര്യം അത്രയും ഉള്ള ഒരു സൗണ്ട് ഈ വണ്ടിക്ക് വന്നിട്ടില്ല. യൂഷ്വലി ഒരു 250 എഞ്ചിൻ 250 cc-ക്കകത്ത് നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത്രത്തോളം തന്നെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറവ് ഈ വണ്ടിയിലും വന്നിട്ടുണ്ട്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ലിപ്പർ ക്ലച്ച് വർക്കിംഗ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ടേണൊക്കെ എടുത്ത് പോകുമ്പോഴത്തോളും അത്യാവശ്യം നല്ലൊരു ഹൈ റേവിംഗ് മെഷീൻ തന്നെയാണിത്. കാര്യം ഈ എൻജിൻ, അതായത് 250 എൻജിൻ ഇതിലോട്ട് കയറിയപ്പോഴത്തേക്ക് അഡ്വഞ്ചർ എന്ന ഉള്ളൊരു ചേസസിലോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു വണ്ടി. പക്ഷേ ഇതിൻ്റെ പ്രൈസാണ് അവിടെ എന്നെ പുറത്തോട്ട് വലിക്കുന്നൊരു കാര്യം. ആ പ്രൈസിൻ്റെ കാര്യം നമ്മൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്ലിപ്പർ ക്ലച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ക്ലച്ച് കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ളൊരു ക്ലച്ചാണ്. ഹാൻഡ്ലിങ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം കുറച്ച് വൈഡറായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ
യൂഷ്വലി ഞാൻ പറയാറുണ്ടല്ലോ, അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സീറ്റ് ഹൈറ്റ് 855 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, നമുക്കൊരു 200 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിയിൽ വരുന്നുണ്ട്. ട്രാഫിക്കാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ഒരു 5.5 എബോവ് ഉള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും വണ്ടി സ്യൂട്ടാവുന്നത്. ഞാനിപ്പോൾ വണ്ടി നമ്മൾ ട്രാഫിക്കിലാണുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ആ ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ സെക്കൻഡ് ഗിയറിലാണ്. ഈ ഒരു LCD ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ക്ലിയർ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വൈസറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വൈസസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വണ്ടിയുടെ ടോപ്പ് നോക്കാം. അത്യാവശ്യം നല്ല കിടില ഒരു സൗണ്ടാണ്. നമ്മൾ 390 അഡ്വഞ്ചറുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും നമുക്ക് അത്യാവശ്യം മിസ്സാവാത്ത രീതിയിലുള്ളൊരു നല്ല സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു സൗണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്, എനിക്ക് അത്യാവശ്യം ഇവിടെ നമുക്കൊരു GPS-ൻ്റെ മൗണ്ട് ചെയ്യാൻ പറ്റും. വണ്ടി ഒരു 250cc ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞല്ലോ, ഇത് എടുക്കേണ്ട ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നേരത്തെ നമുക്ക് 250 ലോങ് ഡ്രൈവിന് അല്ലെങ്കിൽ ടൂറിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടായ ആൾക്കാർ, അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 250 നമുക്ക് ഓടിച്ചിട്ട് പറ്റുന്നില്ല, ടൂറിങ്ങിന് പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഈ ഒരു വണ്ടി എടുക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു യൂ ടേൺ എടുക്കാം. വണ്ടിയുടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമുക്ക് യൂഷ്വലി നമുക്ക് വരേണ്ട ഒരു ടൂറിംഗ് ബൈക്കിൽ വരേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ക്ലച്ച് ആയാലും ഡിസ്കൊക്കെ ആയാലും അത്യാവശ്യം നമുക്ക് ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു 320 mm ഡിസ്കും ഫ്രണ്ട് ബാക്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു 230 mm ഒരു ഡിസ്ക് സൈസുമാണ് വന്നിട്ടുള്ളത്. ABS ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ആസ് യൂഷ്വൽ ഡ്യൂക്ക് ബൈക്കിൽ അല്ലെങ്കിൽ KTM വന്നിട്ടുള്ള ആസ് യൂഷ്വൽ ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ക്ലൂസീവ്ലി ഞാൻ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞതിൽ എക്സ്ക്ലൂസീവ്ലി നമുക്ക് എന്താണ് ഈ പ്രൈസ് ഇങ്ങനെ കൂടാനുള്ള കാര്യം എന്താണ്? കാര്യം വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഒരു ടൂറിംഗ് ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് 390യുടെ പവർ വേണ്ട, നിങ്ങൾക്ക് പക്ഷേ വളരെ കേപ്പബിളായിട്ട് ടൂർ ചെയ്യാൻ പറ്റണം എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങാം. ഈ വണ്ടിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതിൻ്റെ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസപ്പെട്ടില്ല. എല്ലാ കാര്യങ്ങളും ഓൾഡ് ഡ്യൂക്ക് 250 പോലെയാണ്. പക്ഷേ ഓടിക്കാൻ നമുക്ക് ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിലുള്ള ബൈക്കാണ്ട് ആ ഒരു ചേസിസിലോട്ട് കയറിയപ്പോഴത്തേക്ക്, ഈ എഞ്ചിൻ ആ ഒരു ചേസിസിലോട്ട് കയറിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫൺ ടു ഡ്രൈവ് ആണ്. അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകാൻ പറ്റും. നമുക്ക് നല്ലൊരു അപ്സ്ട്രൈറ്റ് പൊസിഷൻ തന്നെയാണ് സീറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സ്ലിപ്പർ ക്ലച്ചാണ്. കാര്യം ഇങ്ങനെയുള്ള സംഭവം ഒരു ഗിയർ ഡൗണിങ് കുറച്ച് എളുപ്പമാണ്. പിന്നെ അത്യാവശ്യം നമുക്കിതിന് മൈലേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 35 to 38 വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ യുവർ ഡ്രൈവിംഗ് ബിഹേവിയർ ആണ്. അത് ഞാൻ പറയാം. പക്ഷേ ഇങ്ങനെ ഓരോ ഗിയർ നമുക്ക് ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇങ്ങനെ ചാടി നിൽക്കുന്നൊരു ഫീലാണുള്ളത്. നമ്മളെ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിലുള്ള ഡ്രൈവിംഗ് ഫീൽ തന്നെയാണ് ഈ ഡ്യൂക്ക് 250 അഡ്വഞ്ചർ തരുന്നത്. ഇതും നമുക്ക് ഈ 250 അഡ്വഞ്ചറും അതുപോലെ തന്നെ 390 തമ്മിൽ ചെറിയ പൈസയുടെ വ്യത്യാസമുള്ളൂ. ചെറിയ പൈസ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പം 250 എടുക്കാൻ പ്ലാനുള്ള ആർക്ക് ഉറപ്പായിട്ട് ഒരു 390 അഡ്വഞ്ചർ എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി KTM ഇറക്കിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലേഡി റൈഡ് നല്ല ഹാർഡ് കോർ ലേഡി റൈഡേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു 390യുടെ പവർ വേണ്ട, 250 ടൂറിങ് മതി. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫീല് തന്നെ വണ്ടി നമുക്ക് തരുന്നുണ്ട്. റൈഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അഡ്വഞ്ചർ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഈവൻ നമുക്കൊരു നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടി തരുന്നത്. എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയത് ആ ഹെഡ്ലൈറ്റ് കൂടെ ഇത്രയും പ്രൈസ് ആക്കിയപ്പോൾ LED ആക്കാമായിരുന്നു. അത് കൊടുത്തിട്ടില്ല അവർ. പക്ഷേ വിഷ്വലി നിങ്ങൾക്ക് അത് LED കൊടുത്തിട്ടില്ലെങ്കിലും അതൊരു ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയാൽ പോലും ഇതിൻ്റെ ഉപയോഗത്തിൽ ഈ LED ഹെഡ്ലൈറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്നത് ഈ നോർമൽ ലൈറ്റാണ്. നോർമൽ യെല്ലോ ലൈറ്റ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ KTM ആലുവയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അറേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു ബിഗ് താങ്ക്സ് ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തന്നതിന്.
പിന്നെ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ വെയ്റ്റിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 177 kgs ആണ് നമുക്ക് കെർബ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു ലോങ് ടൂറിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ വണ്ടിക്കകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് തന്നെയാണ്. നമുക്ക് 390 അഡ്വഞ്ചറിലാണെങ്കിൽ പോലും കുറച്ച് മൈലേജ് ഡ്രോപ്പ് വരും. പക്ഷേ നമുക്ക് 250 അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഒരു ലോങ് ടൂറിങ്ങിന് മൈലേജ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇതിന് മീറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് എൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കിടക്കുന്നത്. അപ്പോൾ പിന്നെ ടൂറിംഗ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യം നടുവിന് നല്ല നിവൃത്തി ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇരിക്കുമ്പോൾ വേറെ ബാക്കിൽ നിന്നുള്ള പെയിനോ കാര്യങ്ങളോ വൈബ്രേഷൻസോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഡ്യൂക്ക് 250 ഒരു നേരിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് നമുക്ക് യാതൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് കുറച്ച് നല്ല എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ചേസിസ് ആയതുകൊണ്ടാണ് ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ടയർ സെഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷോക്ക് അബ്സർ സെഷൻ എന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂക്ക് 390 അഡ്വഞ്ചർ എന്ന് വന്നിട്ടുള്ള സെയിം നമുക്ക് അപ്സൈഡ് ഡൗൺ 43 mm ലോങ് ട്രാവൽ സസ്പെൻഷനും ബാക്കിൽ സെയിം അപെക്സിൻ്റെ ഷോക്കുമാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് വന്നിരിക്കുന്ന 19 ഇഞ്ച് ടയേഴ്സും ബാക്കിൽ നമുക്ക് 17 ഇഞ്ച് ടയേഴ്സുമാണ്. ഈ തവണ KTM അത് പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് MRFൻ്റെ ടയേഴ്സാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അഡ്വഞ്ചർ 250യുടെ എക്സ്ക്ലൂസീവ് റൈഡ് റിവ്യൂ. ഇതിനേക്കാൾ കൂടുതൽ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ കാരണം ഒരുപാട് നമ്മൾ ഹൈക്ക് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു യൂഷ്വൽ ബൈക്കാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന 250 ഓൾറെഡി ഞാൻ റൈഡ് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇത് കാണേണ്ടവർക്ക് ഞാൻ ആ കാർഡിൽ അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം. അത് പോയി കണ്ടിട്ട് വേണം ഈ ഒരു വണ്ടി കാണാൻ. പ്രൈസിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വിൻഷീൽഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു GPS-ൻ്റെ മൗണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സെയിം 390 വന്നിട്ടുള്ളതാണ്. പിന്നെ മിറേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ മിറേഴ്സ് തന്നെ. ഹാൻഡിലോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മിസ്സായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സ് ആയാലും ഈ പറഞ്ഞ ഡിസ്കിൻ്റെ ഫ്രണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ 390 അഡ്വഞ്ചറിനുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ ചേസിസും ഈ പറഞ്ഞ ലുക്കും മാത്രമാണ് നമ്മൾ 390 അഡ്വഞ്ചറിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഫോർ മണിയാണോ എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. അത്രയ്ക്കൊന്നും എനിക്ക് പറയാനായിട്ടും പറ്റില്ല. അപ്പോൾ എന്തായാലും അഡ്വഞ്ചർ 250ൻ്റെ റിവ്യൂ ഫാബ്സോൺ വീൽസിൽ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്താൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കമൻറ്റിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് അയക്കാം. ഞാൻ അതിന് എപ്പോൾ വേണമെങ്കിലും റിപ്ലൈ തരാവുന്നതാണ്. ഫാബ്സോൺ വീൽസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ദെൻ ഗുഡ് ബൈ.